ഡിയർ ഫ്രണ്ട്സ്, നീനാസ് PSC പോയിൻറ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം കേരളത്തിലെ പക്ഷി സങ്കേതങ്ങൾ. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇന്ത്യയിലെ പ്രമുഖരായ പക്ഷി ഗവേഷകരെക്കുറിച്ച് നമുക്ക് അറിയാൻ ശ്രമിക്കാം. പക്ഷികളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? പക്ഷികളെക്കുറിച്ചുള്ള പഠനം ഓർണിത്തോളജി. ഓർണിത്തോളജി ഈസ് ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ബേർഡ്സ്. പക്ഷികളെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനമാണ് ഓർണിത്തോളജി. പക്ഷികളെക്കുറിച്ച് പഠിക്കുന്നയാൾ ഓർണിത്തോളജിസ്റ്റ്. ഫാദർ ഓഫ് ഇന്ത്യൻ ഓർണിത്തോളജി അഥവാ ഇന്ത്യയിലെ പക്ഷി നിരീക്ഷണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് എന്ന് ചോദിച്ചാൽ അലൻ ഒക്ടേവിയൻ ഹ്യൂം അഥവാ A.O. ഹ്യൂം. ദി പോപ്പ് ഓഫ് ഇന്ത്യൻ ഓർണിത്തോളജി എന്നറിയപ്പെടുന്നതും A.O. ഹ്യൂം ആണ്. ഫാദർ ഓഫ് ഇന്ത്യൻ ഓർണിത്തോളജി, ദി പോപ്പ് ഓഫ് ഇന്ത്യൻ ഓർണിത്തോളജി എന്നീ വിശേഷണങ്ങളിൽ അറിയപ്പെടുന്ന വ്യക്തി A.O. ഹ്യൂം. A.O. ഹ്യൂം ആരംഭിച്ച ജേർണലാണ് സ്ട്രേ ഫെദേഴ്സ്. A.O. ഹ്യൂമിൻ്റെ പ്രധാന കൃതിയാണ് ദി നെസ്റ്റ്സ് ആൻഡ് എഗ്സ് ഓഫ് ഇന്ത്യൻ ബേർഡ്സ്. ദ നെസ്റ്റ്സ് ആൻഡ് എഗ്സ് ഓഫ് ഇന്ത്യൻ ബേർഡ്സ് 1885 ആരംഭിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപക സെക്രട്ടറിയാണ് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനും സ്കോട്ട്ലൻഡുകാരനുമായ A.O. ഹ്യൂം. ഓർണിത്തോളജിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പേര് ഡോക്ടർ സലീം അലി, ബേർഡ് മാൻ ഓഫ് ഇന്ത്യ അഥവാ ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ സലീം അലി. വളരെ സിസ്റ്റമാറ്റിക്കായ പക്ഷി നിരീക്ഷണം ഇന്ത്യയിൽ ആരംഭിച്ചത് സലീം അലിയാണ്. അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ നവംബർ 12 ആചരിക്കുന്നത് ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായിട്ടാണ്. ഡോക്ടർ സലീം അലിയുടെ ജന്മദിനമായ നവംബർ 12 എന്തായിട്ടാണ് ആചരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ദേശീയ പക്ഷി നിരീക്ഷണ ദിനം, നാഷണൽ ബേർഡ് വാച്ചിങ് ഡേ. ഡോക്ടർ സലീം അലിയുടെ ആത്മകഥയാണ് ദി ഫോൾ ഓഫ് എ സ്പാരോ അഥവാ ഒരു കുരുവിയുടെ പതനം. ഡോക്ടർ സലീം അലിയുടെ ആത്മകഥ ദി ഫോൾ ഓഫ് എ സ്പാരോ, ഒരു കുരുവിയുടെ പതനം. സലീം അലിയുടെ മറ്റു പ്രധാന കൃതികൾ ദി ബേർഡ്സ് ഓഫ് ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ, ഹാൻഡ് ബുക്ക് ഓഫ് ബേർഡ്സ് ഓഫ് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. ഡോക്ടർ സലീം അലിയുടെ പേരിൽ 2 പക്ഷി സങ്കേതങ്ങൾ ഇന്ത്യയിലുണ്ട്. ഒന്ന് കേരളത്തിലെ തട്ടേക്കാട്, 2 ഗോവ. സലീം അലിയുടെ പേരിൽ പക്ഷി സങ്കേതങ്ങളുള്ള 2 സ്ഥലങ്ങൾ തട്ടേക്കാട് ആൻഡ് ഗോവ. കൂടാതെ ഡോക്ടർ സലീം അലി ദേശീയോദ്യാനം ജമ്മു കാശ്മീർ, ഡോക്ടർ സലീം അലി തടാകം മഹാരാഷ്ട്ര, ഡോക്ടർ സലീം അലി സെൻറ്റർ ഫോർ ഓർണിത്തോളജി ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററി കോയമ്പത്തൂർ എന്നിവയും അദ്ദേഹത്തിൻ്റെ സ്മാരകങ്ങളാണ്. അടുത്തത് കേരളത്തിലെ പക്ഷി മനുഷ്യൻ. കേരളത്തിലെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് KK നീലകണ്ഠൻ. KK നീലകണ്ഠൻ്റെ തൂലികാ നാമമാണ് ഇന്ദുചൂടൻ. കേരളത്തിലെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര് എന്ന് ചോദിച്ചാൽ KK നീലകണ്ഠൻ അല്ലെങ്കിൽ ഇന്ദുചൂടൻ. നീലകണ്ഠൻ, ഇന്ദുചൂടൻ എന്നിവ മോഹൻലാലിൻ്റെ 2 പ്രസിദ്ധ കഥാപാത്രങ്ങളുടെ പേരുകളുമാണ്. അത് കണക്ട് ചെയ്ത് കേരളത്തിലെ പക്ഷി മനുഷ്യനെ ഓർക്കാൻ ശ്രമിക്കുക. KK നീലകണ്ഠൻ്റെ കൃതികളാണ് കേരളത്തിലെ പക്ഷികളും മനുഷ്യരും എന്നിവ. കേരളത്തിലെ പക്ഷികൾ എഴുതിയതാര് എന്ന് ചോദിച്ചാൽ KK നീലകണ്ഠൻ. ചൂലന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രം KK നീലകണ്ഠൻ്റെ സ്മരണയിലുള്ള പക്ഷി സങ്കേതമാണ്. KK നീലകണ്ഠൻ്റെ സ്മരണ നിലനിർത്തുന്ന പക്ഷി സങ്കേതം ചൂലന്നൂർ പി ഫൗൾ സാങ്ച്വറി. കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത്
തട്ടേക്കാട് പക്ഷിസങ്കേതം. തട്ടേക്കാട് പക്ഷിസങ്കേതം സ്ഥാപിതമായ വർഷം 1983. സ്ഥിതി ചെയ്യുന്ന സ്ഥലം എറണാകുളം ജില്ലയിൽ കോതമംഗലം താലൂക്കിൽ കുട്ടമ്പുഴ റേഞ്ചിലെ മലയാറ്റൂർ റിസർവ് ഫോറസ്റ്റിൽ. തട്ടേക്കാട് പക്ഷിസങ്കേതത്തിന് ചേർന്നൊഴുകുന്ന നദി പെരിയാർ. കേരളത്തിലെ ആദ്യത്തെ പക്ഷിസങ്കേതം. കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷിസങ്കേതം ഏത് എന്ന് ചോദിച്ചാൽ തട്ടേക്കാട് പക്ഷിസങ്കേതം. കേരളത്തിലെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ പക്ഷിസങ്കേതം തട്ടേക്കാട് ബേർഡ് സാങ്ച്വറി. സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളം. ആരംഭിച്ച വർഷം 1983. തട്ടേക്കാട് എന്നാൽ പരന്ന കാട് എന്നർത്ഥം. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ പക്ഷി ആവാസ കേന്ദ്രം എന്ന് ഇന്ത്യയിലെ പക്ഷിമനുഷ്യൻ എന്നറിയപ്പെടുന്ന ഡോക്ടർ സലീം അലി വിശേഷിപ്പിച്ച പക്ഷിസങ്കേതമാണ് തട്ടേക്കാട് പക്ഷിസങ്കേതം. തട്ടേക്കാട് പക്ഷിസങ്കേതം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഡോക്ടർ സലീം അലി പക്ഷിസങ്കേതം. ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷിസങ്കേതം ഏത് എന്ന PSC ചോദ്യത്തിൻ്റെ ഉത്തരം തട്ടേക്കാട് പക്ഷിസങ്കേതം. കേരളത്തിലെ പശ്ചിമഘട്ട പ്രദേശത്തും ശ്രീലങ്കയിലും മാത്രം കാണപ്പെടുന്ന മാക്കാച്ചിക്കാട എന്ന പക്ഷി കാണപ്പെടുന്ന സങ്കേതമാണ് തട്ടേക്കാട് ബേർഡ് സാങ്ച്വറി. മാക്കാച്ചിക്കാട കാണപ്പെടുന്ന പക്ഷിസങ്കേതം തട്ടേക്കാട് പക്ഷിസങ്കേതം. അടുത്തത് എറണാകുളം ജില്ലയിലെ മറ്റൊരു പക്ഷിസങ്കേതമായ മംഗളവനം. മംഗളവനം പക്ഷിസങ്കേതം സ്ഥാപിക്കപ്പെട്ട വർഷം 2004. കേരള ഹൈക്കോടതി കെട്ടിട സമുച്ചയത്തിൻ്റെ പിറകിലായി കൊച്ചി നഗരത്തിൻ്റെ ഹൃദയഭാഗത്തായിട്ടാണ് മംഗളവനം പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ഒരു വന്യജീവി സങ്കേതം കൂടിയാണെങ്കിലും മംഗളവനം പ്രാഥമികമായും ഒരു പക്ഷിസങ്കേതമാണ്. ധാരാളം കണ്ടൽക്കാടുകൾ കാണപ്പെടുന്ന മംഗളവനം ലങ് ഓഫ് കൊച്ചി, കൊച്ചിയുടെ ശ്വാസകോശം എന്ന് അറിയപ്പെടുന്നു. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം അല്ലെങ്കിൽ പക്ഷിസങ്കേതം ഏതെന്ന് ചോദിച്ചാൽ മംഗളവനം. ഒരു സിറ്റിക്കകത്ത് സ്ഥിതി ചെയ്യുന്ന പക്ഷിസങ്കേതം ഏതെന്ന് ചോദിച്ചാലും മംഗളവനം. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷിസങ്കേതമാണ് മംഗളവനം. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷിസങ്കേതം മംഗളവനം പക്ഷിസങ്കേതം. കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷിസങ്കേതം തട്ടേക്കാട് പക്ഷിസങ്കേതമാണെന്ന് പഠിച്ചത് ഓർക്കുക. മംഗളവനം വന്യജീവി സങ്കേതത്തിൽ കാണപ്പെടുന്ന പ്രധാന ജീവിവർഗങ്ങൾ കടവാവൽ, കടുവാച്ചിലന്തി എന്നിവ. കടവാവൽ, കടുവാച്ചിലന്തി. അടുത്തതായി നമ്മൾ പഠിക്കുന്നത് കുമരകം പക്ഷിസങ്കേതം. കോട്ടയം ജില്ലയിൽ വേമ്പനാട്ട് കായലിൻ്റെയും മീനച്ചിലാറിൻ്റെയും തീരത്തായിട്ടാണ് കുമരകം പക്ഷിസങ്കേതം. മീനച്ചിലാറിൻ്റെ മറ്റൊരു പേര് കവണാർ. വേമ്പനാട്ട് കായലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് വേമ്പനാട്ട് പക്ഷിസങ്കേതം എന്നും കുമരകം പക്ഷിസങ്കേതം അറിയപ്പെടുന്നു. ഒരു റബ്ബർ പ്ലാന്റേഷനായിരുന്ന ഈ പ്രദേശം ഒരു പക്ഷിസങ്കേതമായി വികസിപ്പിച്ചത് ഇംഗ്ലീഷുകാരനായ ജോർജ് ആൽഫ്രഡ് ബേക്കറാണ്. അതിനാൽ ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നും ഈ പക്ഷിസങ്കേതം അറിയപ്പെടുന്നു. ഓർക്കുക, കോട്ടയം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കുമരകം പക്ഷിസങ്കേതം അറിയപ്പെടുന്ന മറ്റു രണ്ട് പേരുകൾ വേമ്പനാട് പക്ഷിസങ്കേതം, ബേക്കേഴ്സ് എസ്റ്റേറ്റ്. കുമരകം പക്ഷിസങ്കേതത്തിൽ കാണപ്പെടുന്ന ഒരു പ്രധാന ഇനം പക്ഷിയാണ് പാതിരാക്കൊക്ക്, നൈറ്റ് ഹെറോൺ. കുമരകം പക്ഷിസങ്കേതത്തിൽ കാണപ്പെടുന്ന ഒരു പ്രധാന ഇനം പക്ഷി പാതിരാക്കൊക്ക്. അരിപ്പ പക്ഷിസങ്കേതം. അരിപ്പ പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം. തിരുവനന്തപുരം ചെങ്കോട്ട സംസ്ഥാന പാതയ്ക്ക് സമീപത്തായിട്ടാണ് അരിപ്പ പക്ഷിസങ്കേതം. കേരളത്തിലെ തെക്കേ അറ്റത്തെ പക്ഷിസങ്കേതം ഏതെന്ന് ചോദിച്ചാൽ
അരിപ്പ പക്ഷിസങ്കേതം. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തെ പക്ഷിസങ്കേതം അരിപ്പ പക്ഷിസങ്കേതം. സമതല നിത്യഹരിതവനം എന്നും അരിപ്പ പക്ഷിസങ്കേതം അറിയപ്പെടുന്നു. സ്റ്റേറ്റ് ഫോറസ്റ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അരിപ്പയിലെ ഒരു പ്രധാന സ്ഥാപനമാണ്. സ്റ്റേറ്റ് ഫോറസ്റ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അരിപ്പയിലെ ഒരു പ്രധാന സ്ഥാപനം. അടുത്തത് ചൂലന്നൂർ പക്ഷിസങ്കേതം. കേരളത്തിലെ ഏക മയിൽ സങ്കേതമാണ് പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ചൂലന്നൂർ പക്ഷിസങ്കേതം. ആരംഭിച്ച വർഷം 2007. ചൂലന്നൂർ പഞ്ചായത്തിൽ മയിലാടുംപാറ എന്നറിയപ്പെടുന്ന പ്രദേശത്താണ് പീച്ചി ഫോറസ്റ്റ് ഡിവിഷൻ്റെ ഭാഗമായ ചൂലന്നൂർ പീ ഫൗൾ സാങ്ച്വറി മയിൽ സംരക്ഷണ കേന്ദ്രം. കേരളത്തിലെ പക്ഷിമനുഷ്യൻ എന്നറിയപ്പെടുന്ന KK നീലകണ്ഠൻ അഥവാ ഇന്ദുചൂടൻ്റെ സ്മരണക്കായി സ്ഥാപിച്ചതാണ് ചൂലന്നൂർ പക്ഷിസങ്കേതം. ചൂലന്നൂർ പക്ഷിസങ്കേതത്തിൻ്റെ ഒരു ഭാഗത്തുള്ള 200 ഹെക്ടർ വനമേഖലയ്ക്ക് നൽകിയ പേരാണ് കുഞ്ചൻ നമ്പ്യാർ സ്മൃതിവനം. കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമായ കിള്ളിക്കുറിശി മംഗലം ചൂലന്നൂരിൻ്റെ സമീപ പ്രദേശമാണ്. ആ ഓർമ്മയിലാണ് ചൂലന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രത്തിലെ ഒരു ഭാഗത്തിന് കുഞ്ചൻ നമ്പ്യാർ സ്മൃതിവനം എന്ന പേര് നൽകിയിട്ടുള്ളത്. ഓർക്കുക, കേരളത്തിലെ ഏക മയിൽ സംരക്ഷണ കേന്ദ്രം ചൂലന്നൂർ പക്ഷിസങ്കേതം. KK നീലകണ്ഠൻ അഥവാ ഇന്ദുചൂടൻ്റെ സ്മരണക്കായി സ്ഥാപിച്ച പക്ഷിസങ്കേതം ചൂലന്നൂർ പക്ഷിസങ്കേതം. ചൂലന്നൂർ പക്ഷിസങ്കേതത്തിലെ കുഞ്ചൻ നമ്പ്യാർ സ്മാരകം കുഞ്ചൻ നമ്പ്യാർ സ്മൃതിവനം. അടുത്തത് കടലുണ്ടി പക്ഷിസങ്കേതം. കോഴിക്കോട് ജില്ലയിലെ കടലുണ്ടി പഞ്ചായത്തിലും മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്ന് പഞ്ചായത്തിലുമായി വ്യാപിച്ചു കിടക്കുന്ന പക്ഷിസങ്കേതമാണ് കടലുണ്ടി പക്ഷിസങ്കേതം. കടലുണ്ടി പുഴ അഥവാ കരിമ്പുഴ അറബിക്കടലുമായി ചേരുന്നയിടത്തുള്ള ഒരു കൂട്ടം കൊച്ചു ദ്വീപുകളിലായിട്ടാണ് കടലുണ്ടി പക്ഷിസങ്കേതം. ദേശാടന പക്ഷികളുടെ പറുദീസ, പാരഡൈസ് ഓഫ് മൈഗ്രേറ്ററി ബേർഡ്സ് എന്നറിയപ്പെടുന്ന പക്ഷിസങ്കേതമാണ് കടലുണ്ടി പക്ഷിസങ്കേതം. കോഴിക്കോട്, മലപ്പുറം എന്നീ 2 ജില്ലകളുടെ അതിർത്തിയിൽ പടർന്നു കിടക്കുന്ന കടലുണ്ടി പക്ഷിസങ്കേതത്തിൻ്റെ വിശേഷണമാണ് ദേശാടന പക്ഷികളുടെ പറുദീസ. ഇതോടനുബന്ധിച്ചുള്ളതാണ് 2007 ആരംഭിച്ച കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ്. കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ് കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവാണ് കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ്. കടലുണ്ടി പക്ഷിസങ്കേതം ഈ പ്രദേശത്തെ സമൃദ്ധമായ കണ്ടൽ വനങ്ങൾ, തണ്ണീർത്തടങ്ങൾ എന്നിവ അടങ്ങുന്ന കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ് ഇപ്പോൾ ഒരു ഇക്കോ ടൂറിസം സെൻ്ററാണ്. അടുത്തത് മുണ്ടേരിക്കടവ് പക്ഷിസങ്കേതം. മുണ്ടേരിക്കടവ് പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ മുണ്ടേരി ഗ്രാമപഞ്ചായത്തിലാണ്. കണ്ണൂർ നഗരത്തിൽ നിന്ന് ഏകദേശം 14 കിലോമീറ്റർ അകലെ. 2012 ഈ പ്രദേശം പക്ഷിസങ്കേതമായി പ്രഖ്യാപിച്ചത്. വിവിധ ഇനം ദേശാടന പക്ഷികളുടെ സങ്കേതമാണ് മുണ്ടേരിക്കടവ് പക്ഷിസങ്കേതം. വലിയ പുള്ളിക്കഴുകൻ, ഗാർഗേനി കാട്ടുതാറാവുകൾ എന്നിവ ധാരാളമായി കാണപ്പെടുന്ന കേരളത്തിലെ ഒരേയൊരു സ്ഥലമാണ് മുണ്ടേരിക്കടവ് പക്ഷിസങ്കേതം. വലിയ പുള്ളിക്കഴുകൻ, ഗാർഗേനി കാട്ടുതാറാവ് എന്നിവ ധാരാളമായി കാണപ്പെടുന്ന കേരളത്തിലെ ഒരേയൊരു സ്ഥലം മുണ്ടേരിക്കടവ് പക്ഷിസങ്കേതം. അടുത്തത് പക്ഷിപാതാളം. വയനാട് ജില്ലയിലെ പക്ഷി നിരീക്ഷണ കേന്ദ്രമാണ് പക്ഷിപാതാളം. വയനാട് ജില്ലയിലെ തിരുനെല്ലി ബ്രഹ്മഗിരികളിലാണ് പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്നത്. പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്നത് തിരുനെല്ലിയിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ. പക്ഷിപാതാളത്തിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട പക്ഷികളാണ് ചിത്രകൂടൻ പക്ഷികൾ. ചിത്രകൂടൻ പക്ഷികൾ കാണപ്പെടുന്ന പക്ഷി നിരീക്ഷണ കേന്ദ്രം ഏതെന്ന് ചോദിച്ചാൽ
പക്ഷിപാതാളം. പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട്. അവസാനമായി കേരളത്തിലെ പക്ഷിഗ്രാമം. കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് നൂറനാട്. ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര താലൂക്കിലാണ് നൂറനാട്. ബേർഡ് വില്ലേജ് ഓഫ് കേരള നൂറനാട്. ഇതോടൊപ്പം ഓർക്കുക, കാസർഗോഡ് ജില്ലയിലെ കുമ്പള ഗ്രാമപഞ്ചായത്തിലെ കിതൂർ ഗ്രാമം മറ്റൊരു പക്ഷിഗ്രാമമായി വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. കാസർഗോഡ് ജില്ലയിലെ പക്ഷിഗ്രാമം കിതൂർ പക്ഷിഗ്രാമം. ഡിയർ ഫ്രണ്ട്സ്, കേരളത്തിലെ പ്രധാനപ്പെട്ട പക്ഷി സങ്കേതങ്ങളെക്കുറിച്ചാണ് ഇതുവരെ വിവരിച്ചത്. ഇതോടൊപ്പം ഓർക്കുക, പക്ഷി ഭൂപടം തയ്യാറാക്കിയ, പക്ഷികളുടെ മാപ്പ് തയ്യാറാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം കേരളം. പക്ഷി ഭൂഖണ്ഡം, കോണ്ടിനെൻ്റ് ഓഫ് ബേർഡ്സ് എന്നറിയപ്പെടുന്ന ഭൂഖണ്ഡം തെക്കേ അമേരിക്ക. പക്ഷി ഭൂപടം തയ്യാറാക്കിയ ആദ്യ സംസ്ഥാനം കേരളം. പക്ഷി ഭൂഖണ്ഡം എന്നറിയപ്പെടുന്ന കോണ്ടിനെൻ്റ് സൗത്ത് അമേരിക്ക. ഡിയർ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്ലീസ് ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.